Good afternoon, all. Good afternoon. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസിലെ റീസൺസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. 5 reasons why should measure patient satisfaction. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യുന്നതിന് 5 reasons. അപ്പോൾ 5 reasons എന്തൊക്കെയാണെന്ന് നോക്കാം. To provide top-tier patient care services, to measure hospital staff performance, to know angry and miffed patients, to improve patient care experience, to improve patient retention rate. അപ്പോ അതില് ആദ്യത്തെ 3 റീസൺസ് വരെയാണ് നമ്മൾ നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ, മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ദെൻ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. മൂന്നാമത് നമ്മൾ വായിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്, ലാസ്റ്റ് ക്ലാസ്സില്. ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് കംപ്ലീറ്റ് ചെയ്താണോ? വായിച്ചോ ഈ ഒരു പാരഗ്രാഫ്? വായിച്ചിട്ടില്ല? ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് 2 റീസൺസും ദെൻ അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ദെൻ നമുക്ക് അവർക്ക് കൊടുക്കാം, എങ്ങനെയാ നമുക്ക് അവരെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് മൂന്നാമത്തെ റീസൺ നോക്കാം. ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. മിഫ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മിഫ്ഡ്. ആംഗ്രി മീൻസ്, ആംഗ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആംഗ്രി ദേഷ്യമുള്ള അല്ലെ, കുറച്ച് ഭയങ്കര ദേഷ്യക്കാരായിട്ടുള്ള പേഷ്യൻസ്. മൂഡ് ഓഫ്. മിഫ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂഡ് ഓഫ് അല്ലെ. ഓക്കെ, അതായത് ഒരു വിഷമമൊക്കെയുള്ള ഒരു അവസ്ഥ. അപ്പോ എങ്ങനെയാണ് ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്? നമ്മള് ഒരു ഹോസ്പിറ്റലില് നമുക്കറിയാം പല വിധത്തിലുള്ള പേഷ്യൻസ് ഉണ്ടാകും. എല്ലാ പേഷ്യൻസും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്നില്ല. അങ്ങനെയാണോ? ഇപ്പൊ നിങ്ങളുടെ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് അപ്പുറം ഇരിക്കുന്ന വേറൊരു വ്യക്തിക്ക്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആണ് അല്ലെ. അപ്പോ അതിൽ തന്നെ ചിലപ്പോൾ മിഫ്ഡ് ആയിട്ടുള്ളവരുണ്ടാകാം, ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം, ദെൻ ആംഗ്രി പേഷ്യൻസ് ഉണ്ടാകാം അല്ലെ. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നോക്കാം. എവറി ഹോസ്പിറ്റൽ മീറ്റ്സ് എ സിറ്റുവേഷൻ വേർ ദേ ഷുഡ് ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ് അല്ലെ. എല്ലാ ഹോസ്പിറ്റലുകളിലും ആംഗ്രി പേഷ്യൻസിനെ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അല്ലെ. ദേഷ്യക്കാരായിട്ടുള്ള പേഷ്യൻസിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാ ഹോസ്പിറ്റലുകളിലും വരാറുണ്ട്. ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക് ടു കോർപ്പറേറ്റ്. കോർപ്പറേറ്റ് എന്നാക്കാം കേട്ടോ. COP നമുക്ക് കോർപ്പറേറ്റ് എന്നാക്കാം. വിത്ത് സച്ച് പേഷ്യന്റ് ആൻഡ് എസ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് ദയർ ഫ്രസ്ട്രേഷൻ ഓൺ ഹോസ്പിറ്റൽ. എന്താ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ പറയും അല്ലെ. എന്താ ഫ്രസ്ട്രേഷൻ മീൻ? മലയാളത്തിൽ എന്താ പറയാ? ഫ്രസ്ട്രേഷൻ നിരാശ എന്ന് പറയാം അല്ലെ. നമുക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ ഭയങ്കര നിരാശ, മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന പേഷ്യൻസുകൾ അല്ലെ. അപ്പൊ നോക്കാം. ആംഗ്രി പേഷ്യൻസിന് അല്ലെ ഒരു ചലഞ്ച് ആണെന്നത്. ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ടു ടാസ്ക് കോപ്പറേറ്റ് വിത്ത് സച്ച് എ പേഷ്യന്റ് ആൻഡ് എസ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് ദയർ ഫ്രസ്ട്രേഷൻ ഓൺ ഹോസ്പിറ്റൽ. അതായത് ആംഗ്രി പേഷ്യൻസിനെ നേരിടുക എന്നുള്ളത് ഒരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അവര് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലെ. കാരണം അവരുടെ മൈൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ അവർ ആംഗ്രി ആയിരിക്കുന്നതിന് ഒരുപാട് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സോ ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ നേരിടുക എന്നത് ഒരു വെല്ലുവിളി ആയിട്ടാണെന്ന്. പ്രത്യേകിച്ച് അവര് ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന ഒരു ടൈമില്, അതായത് അവരുടെ നിരാശയിലായിരിക്കുന്ന ഒരു ടൈമില് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് അവരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ വേറൊരു വ്യക്തി ഭയങ്കര നിരാശയിൽ ഇരിക്കുകയാണ്, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ പോയിട്ട് നമുക്ക് ആളോട് ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. ആളെങ്ങനെയാണ്, നമ്മളോട് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ഒരു സംശയമല്ലേ? ആണോ? അല്ല, ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കാര്യം അപ്പൊ തന്നെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തി വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് വളരെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നോ? ഇപ്പൊ നിങ്ങള് ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. കോർപ്പറേറ്റ് എന്നാക്കാം കേട്ടോ. അത് കോർപ്പറേറ്റ്. ഇപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഇപ്പോ നമ്മൾ ടീച്ചറിനോട് ചിലപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കണം. പക്ഷെ ടീച്ചർ ഭയങ്കര ദേഷ്യപ്പെട്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുന്ന ടൈമില് ടീച്ചറിന്റെ അടുത്ത് പോയി ചോദിക്കാനായിട്ട് ഒരു പേടിയല്ലേ? ഒരു പേടി കാണില്ല നമുക്ക്? ആണോ?
അല്ലെ? അവിടെ ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് പേഷ്യന്റ് ഭയങ്കര ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന ഒരു ടൈമില്, പേഷ്യന്റ് ഭയങ്കര നിരാശയിലിരിക്കുന്ന ടൈമില് പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചലഞ്ചിങ് തന്നെയാണ്, ഒരു വെല്ലുവിളിയാണെന്നത്. പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. ഇങ്ങനെ പേഷ്യൻസ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതിന് ഒത്തിരി റീസൺസ് ഉണ്ടെന്ന്. എന്തൊക്കെയാ റീസൺസ് എന്ന് നോക്കാം കേട്ടോ. such as delay in appointments, അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേകൾ വരുമ്പോൾ, ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈം, ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ടൈം ഇരിക്കുമ്പോൾ ആൾക്കാരുടെ നമുക്ക് ദേഷ്യം വരും അല്ലെ? ഇപ്പൊ രാവിലെ തുടങ്ങി ഉച്ച വരെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അപ്പോ നമുക്ക് പല കാരണങ്ങളും ഉണ്ടാകാം അല്ലെ? അപ്പോ അങ്ങനെയുള്ളൊരു റീസൺ പറയാം, നമുക്ക് ഒരു ദേഷ്യം വിഷമമൊക്കെ തോന്നിയേക്കാം. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ശരിയായിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഡയഗ്നോസിസും ടെസ്റ്റുകളും അല്ലെങ്കിൽ ചികിത്സയാണെന്ന് നമുക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോഴും നമുക്ക് എന്ത് പറ്റാം, ദേഷ്യം വന്നേക്കാം. Then absence of quality care and a lot more. Absence of quality care, നമ്മൾ ഉദ്ദേശിച്ചത്ര നമുക്കൊരു പരിചരണം ഒന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ lot more, ഇനിയും ഒത്തിരി കാരണങ്ങളാല് പേഷ്യൻസ് ആംഗ്രി ആയേക്കാം. And if hospital don't address their issue, they might even face legal threats from patients. അല്ലെ? അപ്പോ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കൂട്ടാക്കാതെ പോയെങ്കിൽ, അതായത് പേഷ്യൻസിന്റെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടും ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും വേറെ ഒന്നും അവര് ചെയ്തില്ല എങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യും, ലീഗലായിട്ട് എന്ത് ചെയ്യും, അതിനെ ത്രെറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ചിലപ്പോൾ പരാതി കൊടുക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിലെ PR-ന്റെ അടുത്ത് പോയിട്ട് ഇന്ന ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ലീഗലായിട്ട് നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ, പരാതികൾ അവർ എടുക്കും. ഹോസ്പിറ്റൽ cannot disagree such situation, so it's better to learn how to cooperate with the patients. As a care provider, hospital need to realize warning signs and controls the situation before it get worsened. Worsened ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ഇങ്ങനെയുള്ള കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ, ആള് ഭയങ്കര ആംഗ്രിയിലാണ്, അപ്പോ ആൾക്ക് ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ഹോസ്പിറ്റലിൽ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ? അപ്പോ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഹോസ്പിറ്റലുകാർ പഠിക്കേണ്ടതുണ്ട്. ദെൻ പിന്നെ പറയുന്നത് നോക്കാം, സച്ച് സിറ്റുവേഷൻ, അതായത് ഒരു സയൻസ് ആൻഡ് കൺട്രോൾസ് സിറ്റുവേഷൻ ബിഫോർ ഗെറ്റ്സ് റോസൻഡ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പേഷ്യൻസിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളൊരു എന്തെങ്കിലും അടയാളങ്ങളും ഇതൊക്കെ ലഭിക്കുകയാണെങ്കിൽ അവ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, അത് സ്ഥിതി വഷളാകുന്നതിന്, റോസൻഡ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ഥിതി ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് പേഷ്യൻസിന് ചെയ്തു കൊടുക്കണം. ആൻഡ് നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ്. അതുപോലെ തന്നെ ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് പുതിയ നിയന്ത്രിക്കുകയും അവരൊന്ന് കൺട്രോൾ ചെയ്യാനും അവര് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ രീതിയിൽ അവരോട് ഒരു നല്ല രീതിയിൽ രോഗികളെ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്തിരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കുക. ആ പ്രശ്നം ഗുരുതരമാകാതെ, റോസൻഡ് ആകാതെ, വഷളാകാത്ത രീതിയിൽ അതിക്ക് മുന്നേ തന്നെ അവരുടെ പ്രശ്നം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും അതിനുള്ള ഒരു സൊല്യൂഷൻ പേഷ്യൻസിന് നൽകുക. ഓക്കെ, ഇത്രയുമാണ് വിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എവറി ഹോസ്പിറ്റൽ മീറ്റ്സ് എ സിറ്റുവേഷൻ വേർ ദേ ഷുഡ് ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. നമ്മളുടെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മൾ പലപ്പോഴും ആംഗ്രി പേഷ്യൻസ് ആകാറുണ്ട് ഇല്ലേ? ചിലപ്പോ ഇതുപോലെ വെയിറ്റിംഗ് ടൈമിൽ ബുദ്ധിമുട്ട് വന്നേക്കാം, അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ വന്നേക്കാം. നമ്മളും അപ്പോൾ ഓൾറെഡി ആംഗ്രി പേഷ്യൻസ് ആയി മാറാറുണ്ട് അല്ലെ? എല്ലാവരും ഭയങ്കര ക്ഷമയുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ. കോപ്പറേറ്റ് ആക്കാം കേട്ടോ. അത് COPE എന്നുള്ളത് കോപ്പറേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽസ് വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഇനി നമുക്ക് എന്തെല്ലാം തന്ത്രങ്ങളാണ് നമുക്ക് ആംഗ്രി പേഷ്യൻസിന് ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു 6 സ്റ്റെപ്പ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പുകളും വായിക്കാം, സിമ്പിൾ ആണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ കേട്ടോ. നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1 വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വായിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ, ചെറിയ
ലെക്ചറുകളാണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കാം. അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യന്റ് കംപ്ലൈൻസ് കാംലി. അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലൈൻസിന് ലിസൺ ചെയ്യാം. അല്ലെ, നമ്മൾ ലിസൺ ചെയ്യുകയും വേണം. അതിന് അക്നോളജ്മെന്റ് ആൻഡ് കാംലി ആയിട്ട്, അതായത് ശാന്തതയോടെ നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ശാന്തതയോടെ കേൾക്കുക, ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. പേഷ്യൻസിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് കേൾക്കാം, അവരോട് ചോദിച്ചറിയുക, അതിനെ നമ്മളൊന്ന് അംഗീകരിക്കാം. സ്റ്റെപ്പ് 2 നോക്കാം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ഇനി ആ പ്രശ്നത്തിന്, അപ്പൊ നമ്മൾ ആദ്യം പ്രശ്നം കേട്ടു, പ്രശ്നത്തിന് നമ്മൾ എന്ത് ചെയ്തു, അംഗീകരിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. എന്താണ് അവരുടെ പ്രശ്നത്തിന്റെ മെയിൻ റൂട്ട് കോസ്, പ്രധാന വേര്, മീൻസ് റൂട്ട് കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം, ആ പ്രശ്നത്തിന്റെ മെയിൻ കാരണം എന്താണെന്ന് അവരോട് മനസ്സിലാക്കുക, ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുക. Then step 3, avoid being defensive and respond with empathy. Avoid defensive. ഇനി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഒരു പ്രതിരോധം ഒഴിവാക്കാൻ, അതായത് അവരോട് ഭയങ്കര റഫായിട്ട് പെരുമാറാതെ ഒരു റെസ്പോണ്ട് വിത്ത് എമ്പതി, ഒരു സഹാനുഭൂതിയോടെ അവരോട് തിരിച്ചു പെരുമാറാൻ. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ട് തിരിച്ച് നമ്മൾ ഭയങ്കര റഫായിട്ട് പെരുമാറുകയാണെങ്കിൽ പ്രശ്നം, അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അല്ലെ, അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരോട് ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ, എമ്പതി പ്രകടിപ്പിക്കുക. സ്റ്റെപ്പ് 4 നോക്കാം. മേക്ക് ദ പ്രാക്ടീസ് ഫീൽ ദാറ്റ് their concern are taken seriously. മേക്ക് ദ പേഷ്യന്റ് ഫീൽസ്. അതായത് നമ്മള് അപ്പോ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഈ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഗൗരവമായിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിങ്സ് പേഷ്യൻസിന് ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങളൊരു കംപ്ലൈന്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞു, അതിനൊരു സൊല്യൂഷൻ തന്നില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, അവര് നമ്മൾ പറഞ്ഞ കാര്യം എന്തേ മൈൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കേട്ടു പോയി എന്ന് മാത്രമാകും. അല്ലെ, അപ്പോ സ്റ്റെപ്പ് 4 പറഞ്ഞത് പേഷ്യൻസിന്റെ കംപ്ലൈന്റ് നമ്മൾ കേട്ടെങ്കിൽ അത് നമ്മൾ ഗൗരവത്തോടെ ഹോസ്പിറ്റലുകാര് എടുക്കുന്നു എന്നുള്ളൊരു തോന്നല് പേഷ്യൻസിന് ഉണ്ടാക്കണം. അങ്ങനെ തോന്നൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻസ് അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യണം. എങ്കിലേ നമുക്കൊരു ഫീൽ ഉണ്ടാവുള്ളൂ. എനിക്കൊരു കംപ്ലൈന്റ് വന്നു, അപ്പൊ ഞാൻ ആ കംപ്ലൈന്റ്സ് പറഞ്ഞു, അതിനുള്ള സൊല്യൂഷൻ ഹോസ്പിറ്റലിൽ തന്നു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 പറയുന്നത് അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ടു ദ പ്രോബ്ലം. അല്ലെ, അതായത് അപ്പോളജൈസ് ചെയ്യാം, അവരോട് ക്ഷമ ചോദിക്കാം. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തെറ്റുകളായിരിക്കുമല്ലോ, സോ അതുകൊണ്ട് കംപ്ലൈന്റ്സ് പറയുമ്പോൾ അവരോട് ക്ഷമ ചോദിക്കാം. അതുപോലെ തന്നെ ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനുള്ളൊരു ഉടനടിയുള്ളൊരു ആക്ഷൻ എടുക്കുക, നടപടികൾ എടുക്കണം. ഇനി സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. പേഷ്യന്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താന്ന്, നിങ്ങളുടെ ആ പ്രശ്നത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെയ്യാം എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റും ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആശയവിനിമയം. ഓക്കെ, ക്ലിയർ ആണോ? 6 സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഒരു റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കുകയാണ്, എല്ലാവരും ഉറക്കത്തിലാണോ? ഓക്കെ, ഈ ഒരു കാര്യങ്ങളെ നമുക്ക് ഇതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം വേറെ എക്സാമ്പിൾ വെച്ചൊന്നും പറയാനില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കാറുണ്ട്. അല്ലെ, അപ്പൊ നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസും തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ 6 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഇനി എങ്ങനെയാണ് നമുക്ക് ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമൈൻ കാം. അതായത് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ശാന്തത പാലിക്കാം. അല്ലെ, അപ്പൊ കുറച്ച് ആംഗ്രി 6 സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ഇതില്, ഒത്തിരി ഇംപ്ലിമെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ ബോക്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യണേ. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്.
ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമൈൻ കാം. അല്ലെ, അത് നമ്മൾക്കും ചെയ്തു നോക്കാവുന്ന പറ്റുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. അത് ഇപ്പൊ വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ടെൻഷൻ ആയിരിക്കും, അങ്ങനെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കാം. ആ ടൈമില് ഒന്ന് ദീർഘശ്വാസം ഒന്ന് എടുക്കാന്ന്, ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഭയങ്കര ശാന്തതയോടുകൂടി തന്നെ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ ഇരുന്ന് നോക്കാം. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് എന്ന് നോക്കണം കേട്ടോ. ആരെങ്കിലും ചെയ്ത് നോക്കാറുണ്ടോ? ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ആരും ചെയ്തിട്ടില്ല ഇതുവരെ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഷഹന ചെയ്തിട്ടുണ്ട്. ഷഹന റിസൾട്ട് എങ്ങനെയാണെന്നോ? ചിഞ്ചു കുറച്ച് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് ആണോ? ബെറ്റർ റിസൾട്ട് ആണോ കിട്ടുന്നത്? ടെൻഷൻ കുറച്ച് കുറയും അല്ലെ? നമ്മൾ ഈ യോഗയൊക്കെ ചെയ്യില്ലേ, അപ്പൊ നമ്മളുടെ മൈൻഡ് റിലാക്സ് ആവാനാണ് അതിലൂടെ ചെയ്യുന്നത്. റിലാക്സേഷൻ കിട്ടും നമുക്ക്. അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദേഷ്യം കുറയും. ടെൻഷൻ അല്ല, ദേഷ്യം. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമൈൻ കാം. വളരെ ശാന്തതയോടുകൂടി തന്നെ ഒരു ദീർഘശ്വാസം എടുക്കുക. Then gather all the details about the patient's disease and treatment provided to them. ഇനി ആ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ ഗ്യാദർ ചെയ്യുക, മീൻസ് ഒന്ന് കളക്ട് ചെയ്യുക. പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ചും ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ചിലപ്പോ ചില പേഷ്യൻസിനെ ഇപ്പൊ നമുക്കറിയാം, ചില പേഷ്യൻസിന് അവരുടെ അസുഖത്തെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻസും, ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ചിലപ്പോ, ഇല്ലേ? ഇപ്പൊ ചില കേസസുകൾ ഇപ്പൊ അവര് പ്രതീക്ഷിക്കാത്ത ഒരു അസുഖമാണ് അവർക്കെന്ന് ടെസ്റ്റിലൂടെയും മറ്റും കണ്ടുപിടിക്കുമ്പോൾ പിന്നെ അവര് എന്താ പറയാ, അവരുടെ മൈൻഡ് ഒരു ഒട്ടും റിലാക്സ്ഡ് ആയിരിക്കില്ല. ചിലവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം, ചിലവർ ഭയങ്കര സൈലന്റ് ആയി പോകും ചില പേഷ്യൻസുകൾ, ഇല്ലേ? അത് ഓരോരുത്തരുടെ മൈൻഡിനെ അത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നതിന്റെ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചില അസുഖങ്ങൾ, അവരുടെ അസുഖങ്ങൾ മൂലമായിരിക്കും ചിലപ്പോൾ എല്ലാവരിൽ നിന്നും ഒരു എന്താ പറയാ, ഒരു ഉൾവലിയുന്ന ഒരു അവസ്ഥ വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കുക, അല്ലെ? അത് അവരുടെ രോഗത്തിന്റെ കാരണങ്ങളായിരിക്കാം. അതുകൊണ്ട് അവരുടെ പേഷ്യൻസിന്റെ ഡിസീസും അതുപോലെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും കളക്ട് ചെയ്യുക. Then spend quality time with the patient to detect reasons behind their outburst. എന്താ outburst എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുക, അല്ലെ? ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചോദിക്കുന്നവരോട് നമ്മൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കും, ഇല്ലേ? ആണോ? നമ്മളുടെ മൈൻഡ് അങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കൂടി വന്നിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെ? ഇവിടെയും പറയുന്നത് അതാണ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദ പേഷ്യന്റ് ടു ഡിറ്റക്ട് റീസൺസ് ബിഹൈൻഡ് ദെയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പേഷ്യൻസിന്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിരിക്കുക. കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിരുന്നിട്ട് എന്താണ് അതിന്റെ കാരണം, ഈ പൊട്ടിത്തെറിക്കുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. നമ്മള് പറയണെങ്കിൽ നൈസായിട്ട് പോയിട്ട് ചോദിക്കുന്നൊക്കെ പറയൂലേ? ആണോ? വിഷമിച്ചിരിക്കുന്ന ആളോടെ നൈസായിട്ടൊക്കെ പോയിട്ട് എന്താണ് നീ കരയുന്നത്, അല്ലെങ്കിൽ എന്താണ് കാരണം എന്നൊക്കെ നമ്മളൊരു നാട്ടിൽ പോയി ചോദിക്കില്ലേ? ആ ഒരു കാര്യം തന്നെ. അതായത് ഒരു ക്വാളിറ്റി ടൈമില് നമ്മള് കുറച്ചു നേരം അവരെ കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ചോദിക്കാം അവരോട്, എന്ത് പറ്റി ഇത്ര ടെൻഷൻ ആവാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണെന്ന്, അതിന്റെ പിന്നിലെ കാരണം, ബിഹൈൻഡ് ദ റീസൺ, അതിന്റെ പിന്നിലെ കാരണം നമ്മൾ നൈസായിട്ട് പോയിട്ട് എന്ത് ചെയ്യാ, ചോദിച്ചറിയുക. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഫോർത്ത് പോയിന്റ്, ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂ. അവരോടൊരു എംപതി കാണിക്കാൻ, ഒരു സഹാനുഭൂതി കാണിക്കുക. ദെൻ അവരുടെ ഇഷ്യൂ സോൾവ് ചെയ്ത് കൊടുക്കുക. Avoid giving away to any arguments and defend against threats. Avoid giving away to any arguments. അതായത് എന്താ പറയുന്നത്, അതായത് മറ്റു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ. അതായത് ഒരു ചെറിയ പ്രശ്നമായിരിക്കും, പക്ഷെ അത് മറ്റു പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതൊരു വലിയ ഗുരുതര പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ. ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ ചോദിച്ച് അതിനുള്ള പരിഹാരം കൊടുക്കാം. അതിനെ കൂടുതൽ വഷളാക്കാതിരിക്കാണ്, ആർഗ്യൂ ചെയ്തിട്ട് അതിനെ വാദിക്കാതിരിക്കുക. Then last one, protect legally by carefully documenting clinical and administrative complaints. അല്ലെ? അതായത് പ്രൊട്ടക്ട് മീൻസ് നമുക്ക് പ്രതിരോധിക്കുക. അതുപോലെ തന്നെ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പരാതികൾ രേഖപ്പെടുത്തിയിട്ട് നിയമപരമായിട്ട് അതിനെ പരിരക്ഷിക്കണമെന്ന്. അതായത് ഇപ്പോ ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ളതും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തു നിന്നും കംപ്ലൈൻസുകളൊക്കെ വരികയാണെങ്കിൽ അതിനെ ലീഗലായിട്ട് തന്നെ, നിയമപരമായിട്ട് തന്നെ അതിന് സൊല്യൂഷൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് വായിക്കുമ്പോൾ 3 സെറ്റ് ആയിട്ട് വായിക്കുക. പാരഗ്രാഫ്, ദെൻ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്,
ദെൻ അവരെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാന്നുള്ളത്. വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. സിമ്പിൾ ആണ്, നിങ്ങൾക്കൊന്ന് വായിച്ചാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ചാപ്റ്റർ അങ്ങനെയാണ്, കുറച്ച് ബോറിംഗ് ഒക്കെയാണ്, എങ്കിലും വലിയ കുഴപ്പമില്ല, വായിച്ചത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വായിച്ചത് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണത്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഇപ്പോ കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്കത് വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വായിച്ചോളൂ കേട്ടോ. ഇംപ്ലിമെന്റിംഗിലെ 6 സ്റ്റെപ്പുകളാണ്, സിമ്പിൾ ആണ്, നമുക്ക് തന്നെ വായിച്ച് വായിച്ച് മലയാളം ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ കേട്ടോ. അത് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കണേ, കാരണം ചിലപ്പോൾ അത് അറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോന്നും വായിക്കുമ്പോൾ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് കൂടി നോക്കി വെക്കുക. സ്റ്റെപ്പുകൾ അത് ചിലപ്പോൾ ഓർഡർ തെറ്റിക്കൊണ്ട് അറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ വരാം കേട്ടോ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അത് വായിച്ച് പഠിക്കാം. മനസ്സിലാക്കി നമ്മളിപ്പോ വായിച്ച പോലെ അത് മനസ്സിലാക്കി വായിച്ചാൽ മതി. കംപ്ലീറ്റ് ചെയ്തോ? ഇംപ്ലിമെന്റിങ്ങും അതുപോലെ തന്നെ ഡീൽസ് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് വായിക്കണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഓൾമോസ്റ്റ് എല്ലാവരും? നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ 4ാമത്തെ റീസൺ ആണ് നോക്കുന്നത്. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ അനുഭവം മെച്ചപ്പെടുത്താം. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് വായിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം in which they want to complete various tasks from catching up with patients. ഷോർട്ട് സ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് സ്പാൻ അതായത് ഒരു ചെറിയൊരു കാലയളവ്, ചെറിയൊരു ടൈം പീരീഡ്. The most doctors spend a short span of time in which they want to complete various tasks from catching up with patients, understanding their concerns and providing the requirement treatments. In such cases, it would be difficult for doctors to address all the problems of the patients. എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ഒറ്റ സെന്റൻസ് ആണ് അത്. അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിങ് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആണ് അല്ലെ. അതായത് മോസ്റ്റ് ഡോക്ടേഴ്സ് ഷോർട്ട് സ്പാനിലാണ് ഡോക്ടേഴ്സുകൾ അല്ലെ. ഇപ്പൊ നമ്മള് ഈ തോന്നുന്നത് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മള് ഒരു ഡോക്ടറെ പോയി കണ്ടു,
അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഡോക്ടറെ തന്നെ പോയി കണ്ടു, നമുക്ക് ആ ഡോക്ടറിന്റെ ചികിത്സയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു സെയിം ഡോക്ടറെ തന്നെ ചൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങളൊരു 2 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നു, ഈ ഡോക്ടറെ കാണാനായിട്ട് ചീട്ട് എടുക്കാൻ ചെന്നു. അപ്പൊ പറയുന്നു ആ ഡോക്ടർ ഇല്ല, ഡോക്ടർ മാറിപ്പോയെന്ന് പറയും. പറയാറില്ല അങ്ങനെ പലപ്പോഴും. നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മളൊന്ന് സാറ്റിസ്ഫൈഡ് ആയി വരുമ്പോഴേക്കും ഡോക്ടർ ചിലപ്പോൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിക്കാണും. ഇല്ലേ? അങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടോ? നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ആയിരിക്കും. അപ്പോ എന്ത് ചെയ്യും? നമ്മൾ ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഉണ്ടാവില്ല, ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. പിന്നെ നമ്മൾ പുതിയൊരു വേറൊരു ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും, അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതായത് മോസ്റ്റ് ഡോക്ടേഴ്സ്, കൂടുതൽ ഡോക്ടേഴ്സും ഇതുപോലെ ചെറിയൊരു കാലയളവിലായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ചില ഹോസ്പിറ്റലുകളിൽ വർഷങ്ങളോളം ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ പീഡിയാട്രീഷ്യനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എങ്കിലും ഫിസിഷ്യന്മാരൊക്കെ ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കും അവര്, അല്ലെ? ദെൻ അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് മോസ്റ്റ് ഡോക്ടേഴ്സ്, അപ്പോ ഒരു ഷോർട്ട് ടൈമിലാണ് എല്ലാ ഡോക്ടേഴ്സും സ്പെൻഡ് ചെയ്യുന്നത് ഓരോ ഹോസ്പിറ്റലുകളിലും. സോ ഇങ്ങനെ ചെറിയ കാലയളവില് അവര് സ്പെൻഡ് ചെയ്യുന്നതിനാല് ആ രോഗികളുമായിട്ടുള്ള ഒരു ഇടപെടുത്തലും അതുപോലെ തന്നെ എന്താണ് വേരിയസ് ടാസ്ക് ഫ്രം ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ടാസ്കുകൾ, ഇടപെടലുകളും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദെയർ കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ദെൻ റിക്വയർഡ് ട്രീറ്റ്മെന്റ്, അവർക്ക് ചികിത്സകൾ കൃത്യമായിട്ടും റിക്വയർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ പൂർത്തിയാകുന്നവരെ ചെയ്യുക എന്നൊക്കെ ഉള്ളതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു പകുതി ആകുമ്പോഴേക്കായിരിക്കും ഡോക്ടർ ചിലപ്പോൾ മാറിപ്പോകുന്നത്, അല്ലെ? അപ്പൊ ആ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഈസി ആയിട്ട് നമ്മൾ കാണുന്ന അടുത്ത ഡോക്ടർക്ക് കൈമാറും. അപ്പൊ ആ ഡോക്ടർ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് നൽകുന്നത്. ഒരു ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല, ആ ഡോക്ടർ മാറിപ്പോയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഡോക്ടറിന്റെ സേവനം പിന്നീട് ലഭിക്കില്ല. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. അതായത് മിക്ക ഡോക്ടേഴ്സും, അല്ലെ, ഒട്ടുമിക്ക ഡോക്ടേഴ്സും ചെറിയ കാലയളവിലാണ് അവര് ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നത്. സോ അതിനാല് രോഗികളായിട്ട് ഇടപെടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൺസേൺസ്, അവരുടെ ആശങ്കകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താണ് വിവിധ ട്രീറ്റ്മെന്റ്സ്, അവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് മുഴുവനായിട്ടൊരു ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആണെന്ന്, ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നമുക്ക് തന്നെ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണത്. ആണോ? യുവർ ഓൺ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള കാര്യമല്ലേ ഇത്? നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ടു, നമ്മളൊന്ന് സാറ്റിസ്ഫൈഡ്. ഇപ്പൊ കുട്ടികളുടെ ഡോക്ടറൊക്കെ തന്നെയാണെങ്കിലും ചില കുട്ടികൾക്ക് നമുക്ക് ജനിച്ചുടനെ തന്നെ ഒരു ഡോക്ടറെ തന്നെ സ്ഥിരം കാണുന്നത്. ചിലപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഡോക്ടർ ഇല്ല എങ്കിൽ നമ്മൾ ചിലപ്പോ അത്യാവശ്യ സന്ദർഭത്തിൽ വേറൊരു ഡോക്ടറെ കാണേണ്ടതായിട്ട് വരുമല്ലോ. അങ്ങനെ കണ്ടാൽ നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ആണോ? സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? നമ്മൾ ചിലപ്പോ പിറ്റേ ദിവസം നമ്മളുടെ ഓൾറെഡി കാണുന്ന ഡോക്ടർ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ ഡോക്ടറെ തന്നെ പോയി കാണും, അല്ലെ? പലവരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം ഈ കൂട്ടത്തില്. എന്താ അങ്ങനെ? നമ്മൾ സ്ഥിരമായിട്ടൊരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് ആ ഡോക്ടറെ തന്നെ കണ്ടാലേ നമുക്കൊരു എന്താ പറയാ ഒരു സംതൃപ്തി കിട്ടുള്ളൂ, അല്ലെ? അത് തന്നെ ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഷോർട്ട് കാലയളവിൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഡോക്ടേഴ്സിന് പറ്റില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം. If we do not get answers for specific queries like queries എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ questions. If we do not get answers for specific queries like if we do not, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾക്ക്, കുറച്ച് ചോദ്യങ്ങൾക്ക് ഹോസ്പിറ്റലിന് ഉത്തരം നൽകാൻ കഴിയില്ല എങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ? ഡിഡ് വി എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു ഡിസൈർഡ് കെയർ കിട്ടിയില്ല, അല്ലെ? അതായത് നല്ലൊരു ആവശ്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിച്ചോ? അവരുടെ ക്വസ്റ്റ്യൻസ് ആണ്, പേഷ്യൻസിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഉത്തരം ലഭിക്കണമെന്ന്. ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർ കെയർ? ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം ലഭിച്ചോ? ഡിഡ് വി ഗിവ് ദ റൈറ്റ് അഡ്വൈസ്? ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? Would be difficult for hospital to improve the patient experience? ഈ ചോദ്യങ്ങൾക്ക് ഹോസ്പിറ്റലുകാർക്ക് ഉത്തരം കൊടുക്കാനായില്ല എങ്കിൽ ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, ഡിഫിക്കൽട്ട് ആണെന്ന്. പേഷ്യൻസിന്റെ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള, അതായത് ഞങ്ങൾക്ക് നല്ല പരിചരണം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, പരിചരണം നമ്മൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസിന് മറുപടി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനർത്ഥം പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ആയിരിക്കും. Then one of the best ways to improve
It's engaging the patient and addressing their problem correctly after every interaction. അപ്പോൾ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് നമ്മൾ എന്ത് ചെയ്യാ, പേഷ്യൻസിനോട് ഓരോ ഇന്ററാക്ഷൻസിൽ, അതായത് പേഷ്യൻസിനോട് നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യുമല്ലോ. ഇപ്പൊ നഴ്സസ് ആയിട്ടുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആയാലും ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ലേ? ആ ഒരു ഇന്ററാക്ഷൻ ടൈമിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അഡ്രസ് ചെയ്യുക, അതായത് മനസ്സിലാക്കുക, അവരോട് ചോദിച്ചറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നൈസായിട്ട് അവരോട് ചോദിച്ചറിയാവുന്ന കാര്യങ്ങള്. അപ്പോ ഓരോ ഇന്ററാക്ഷൻസിലും അവരോട് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പൊ തന്നെ അങ്ങനെ സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പോ പ്രശ്നം അധികം വഷളായി പോകുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് എക്സ്പീരിയൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? പേഷ്യന്റ് എക്സ്പീരിയൻസ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജിക്ക് പകരം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ എക്സ്പീരിയൻസിന്റെ ഒരു പിരമിഡ് പോലെ തന്നിരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. പിരമിഡിൽ നോക്കാം. പിരമിഡില് ഫസ്റ്റും അതുപോലെ തന്നെ ടോപ്പിലും അടുത്ത ടോപ്പിലും ബോട്ടത്തിലും പറഞ്ഞിരിക്കുന്നത് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ അനുഭവം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പേഷ്യന്റ് ജേണി, പേഷ്യൻസിന്റെ യാത്ര. അതായത് എവിടെയാണ് ട്രിപ്പ് പോണതല്ല ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന്റെ ജേണി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചികിത്സയിലൂടെയുള്ള യാത്ര, ടെസ്റ്റുകളും അങ്ങനെ ഇപ്പൊ അഡ്മിറ്റഡ് ആകലും അങ്ങനെയുള്ള കേസസും കാര്യങ്ങളൊക്കെ വരില്ലേ, അങ്ങനെയുള്ള ഒരു ജേണി. ദെൻ പേഷ്യന്റ് സെൻട്രിക് സർവീസസ്, പേഷ്യന്റിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ, പേഷ്യൻസിന് മുൻതൂക്കം കൊടുക്കുന്നത്, പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്. ഇനി പേഷ്യന്റ് ജേണിയും പേഷ്യന്റ് എക്സ്പീരിയൻസും കൂടി പറയുന്നത് ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. അതായത് എന്താ, നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന്, രോഗികളുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇടപെടുന്നത്, അതാണ് പേഷ്യന്റ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ പേഷ്യന്റ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പേഷ്യന്റ് സെൻട്രിക് സർവീസ്, അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ഇറ്റ്സ് പേഷ്യൻസ്. അതായത് നമ്മള് പേഷ്യൻസിന് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന്, അതാണ് രോഗി കേന്ദ്രീകൃതം. അതായത് പേഷ്യൻസിനല്ല അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, അതിന്റെ ഒരു വാല്യൂ, എന്ത് വാല്യൂ ആണ് നമ്മൾ പേഷ്യൻസിന് ഡെലിവർ ചെയ്യുന്നത്, അതായത് പേഷ്യൻസിന് നൽകുന്നത്. ആ പിരമിഡ് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണത്. ടോപ്പിലും ബോട്ടത്തിലും പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്, ദെൻ പേഷ്യന്റ് സെൻട്രിക് സർവീസും പേഷ്യന്റ് ജേണി. ഓക്കെ, അത് ചിലപ്പോ വിട്ടുപോയ ഭാഗം ഫിൽ ചെയ്യാനോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ അവിടെ നിന്ന്, പിരമിഡിൽ നിന്നും. അപ്പൊ പിരമിഡ് ഒന്ന് മാർക്ക് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ പിരമിഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അല്ലെ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം to streamline hospital processes, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. അതായത് ഹോസ്പിറ്റലുകളിലെ പ്രക്രിയകളെ കാര്യക്ഷമമായിട്ട്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുന്നതിന് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ, അല്ല, അതായത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനായിട്ട്. ഇപ്പൊ ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ, ഇപ്പൊ അങ്ങനെയാണോ? അല്ലേ, മുമ്പൊക്കെ നിങ്ങൾ ഓർക്കലുണ്ടാവും, കുറെ വർഷങ്ങൾക്ക് മുൻപ്, കുറെ അല്ല, ഒരു 10 years ബാക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓരോ പേഷ്യൻസിനും ഓരോ ഫയലുകളായിരുന്നു, അല്ലെ? ആണോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഫയലുകള്, ചെറിയ കാർഡ്ബോർഡ് പോലത്തെ ടൈപ്പ് ഒരു ഫയലുകൾ ഉണ്ടാവും. അപ്പൊ ആ ഫയലിലാണ് നമ്മൾ ഓരോ തവണ ഡോക്ടറിനെ വന്ന് കാണുമ്പോഴും ആ ഫയലാണ് എടുക്കുന്നത്. നമ്മുടെ നമ്പർ ആ ഫയലിൽ എഴുതിയിട്ടുണ്ടാകും, അല്ലെ? അപ്പോ നമ്മള് റിസപ്ഷനിൽ ചെന്ന് പോയി പറഞ്ഞു നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്തു, അല്ലെ? ദെൻ ആ നമ്പർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നേഴ്സ് അവിടെ നിന്ന് ഫയൽ എടുക്കും. ഈ ഫയൽ എടുത്തിട്ടാണ് ഡോക്ടറിന്റെ റൂമിലേക്ക്, അങ്ങനെ ഓരോ പേഷ്യന്റ് കയറുമ്പോഴും ഓരോ പേഷ്യന്റ് ഫയലാണ് എടുക്കുന്നത്, അല്ലെ? ദെൻ ആ ഫയലിലാണ് നമ്മുടെ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മുടെ ഓരോ ഡീറ്റെയിൽസും ആ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാ പരിശോധനയുടെ വിവരങ്ങളും എല്ലാം ഡോക്ടർ എഴുതുന്നത്. ഇന്നിപ്പോ അങ്ങനെയാണോ?
കുറച്ചും കൂടി മോഡേൺ അല്ലാത്ത രീതിയിലൊക്കെ ഫയൽ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട് കേട്ടോ. ഇപ്പൊ തീർത്തും ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും കുറച്ച് ഇപ്പൊ കൂടുതലും എങ്ങനെയാണ് നിങ്ങൾ ഡോക്ടറുടെ റൂമിൽ ചെല്ലുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡോക്ടർ എങ്ങനെയാ എഴുതുന്നത്? എഴുതുവാണോ അല്ലെങ്കിൽ വേറെ എന്താ ഇപ്പൊ ചെയ്യുന്നത്? റീസെന്റ് ആയിട്ട് ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? നമ്മളുടെ നമ്പർ, ഷീറ്റിന്റെ നമ്പർ പറയുകയാണെങ്കിൽ നമ്മളുടെ നമ്പർ അപ്പൊ തന്നെ സിസ്റ്റത്തിൽ ഓപ്പൺ ആയി. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മെഡിസിൻസുകൾ, ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ്സുകൾ എല്ലാം അവിടെ ലഭ്യമാണ് അല്ലെ? അതിൽ തന്നെയാണ് ഡോക്ടേഴ്സ് വീണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും അന്നത്തെ ട്രീറ്റ്മെന്റ്സും ചെയ്യുന്നത്. അപ്പോ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, ഇൻഫോർമേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ. ഇപ്പൊ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? അതില് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്, ദെൻ ബില്ലിന്റെ കാര്യങ്ങള്, പബ്ലിഷിംഗ്, ലാബ് ടെസ്റ്റുകളൊക്കെ അതിൽ തന്നെ പബ്ലിഷ് ചെയ്യാം അല്ലെ? ഇപ്പൊ നമ്മള് ഡോക്ടറിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ റിസൾട്ട്, മുമ്പൊക്കെ റിസൾട്ട് നഴ്സുമാര് വാങ്ങിച്ചുകൊണ്ടും വരും അല്ലെ? ലാബിൽ പോയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ലാബിന്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ടും വരും. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയാണോ? ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്? അതൊക്കെ ഡയറക്ട്ലി നമുക്ക് ഡോക്ടറിന്റെ ആ ഒരു നമ്മളുടെ ഇതിനകത്തോട്ട് അവര് മെയിൽ ചെയ്തിട്ടുണ്ടാകും അല്ലെ? റിസൾട്ട് ഒക്കെ കൃത്യമായിട്ട് അപ്പൊ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത്രയും ടൈം നമുക്ക് എന്താ പറയാ, ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആണല്ലോ. വളരെ ഫാസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി നമുക്ക് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ ഇപ്പൊ ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. Second one, focus on each patient and provide personalized patient care. അതായത് നമ്മൾ ഓരോ രോഗിയെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മീൻസ് ഫോക്കസ് ചെയ്യുക, ഓരോ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയറുകളും പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള പേഷ്യന്റ് കെയറുകളും പേഷ്യൻസിന് നൽകുക. Then read out patients and communicate with them on different channels. റീഡ് ഔട്ട് പേഷ്യന്റ്, റീഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് വായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പേഷ്യൻസിന് മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ലഭിക്കാനുണ്ടോ ഇനി. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. ചാനൽസ് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ഡയറക്ഷൻസ് എന്നാണ്. അതായത് അവർക്ക് വിവിധ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക, അതിനായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കാണിച്ചു കൊടുക്കുക. Then conduct patient survey to collect valuable feedback. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് സർവേസുകൾ കണ്ടക്ട് ചെയ്യാണ്. അതിലൂടെ അവരുടെ ഓരോ ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നു. Try to understand how patient perceive the quality of care given. അല്ലെ? അതായത് try to understand how to patient നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം രോഗി എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ അറിയുക. അതായത് അവർക്ക് കൊടുക്കുന്ന കെയറുകൾ അവർക്ക് കൃത്യമായിട്ട് കെയർ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിന്റെ പ്രോപ്പർ മലയാളം ആണെങ്കിൽ ഓഹരി ഉടമ എന്നൊക്കെ പറയും. ഇവിടെ ഓഹരി ഉടമ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഡിസ്കസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ് അല്ലെ? അതായത് എന്താണ്, രോഗിയെ സംബന്ധിച്ചിട്ടുള്ള, അതായത് ക്വാളിറ്റി മെഷേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഗുണനിലവാര നടപടികൾ സ്വീകരിക്കണമെന്ന്. അതായത് ക്വാളിറ്റി മെഷേഴ്സ്, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെഷേഴ്സിനുള്ള ഇംപ്ലിമെന്റേഷൻസ് നടപ്പാക്കണം എന്ന്. അത് ആരാണ് നടപ്പിലാക്കേണ്ടത്? ഡിസ്കസ് ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഉടമ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് ആയിരിക്കാം കേട്ടോ. ഇപ്പൊ മാനേജ്മെന്റുകളുമായിട്ട് ഒരു ചർച്ച ഡിസ്കസ് ചെയ്യണമെന്ന്, ക്വാളിറ്റി മെഷേഴ്സിലെ ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റല് ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യൻസ് എക്സ്പീരിയൻസ് 3 കാര്യങ്ങൾ വായിക്കണേ, മനസ്സിലാക്കി വായിക്കാം കേട്ടോ.
പിരമിഡ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക കേട്ടോ. വായിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടോ. 3 കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ 5th റീസൺ ആണ്. ലാസ്റ്റ് 5 റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ 5ാമത്തെ റീസൺ ആണ് ഇനി പറയുന്നത്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ, അതായത് പേഷ്യൻസിനെ നിലനിർത്തുക, ഹോസ്പിറ്റലിലെ രോഗിയെ നിലനിർത്തുക. ഇറ്റ്സ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ് ടു വിത്ത്ഹോൾഡ് ഓൾഡ് പേഷ്യൻസ് ദെൻ ടു ഗെറ്റ് ന്യൂ പേഷ്യൻസ്. അതായത് പുതിയ രോഗികളെ ലഭിക്കുന്നതിന് പഴയ രോഗികളെ നിലനിർത്തുക എന്നുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്, അല്ലെ? അതായത് കൂടുതൽ ലാഭകരമാണെന്ന്. പുതിയ പേഷ്യൻസിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ പേഷ്യൻസിനെ നിലനിർത്തുക എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. റിട്ടേണിംഗ് പേഷ്യന്റ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാം. റിട്ടേണിംഗ് പേഷ്യൻസ്, തിരിച്ചു വരുന്ന പേഷ്യൻസ്, തിരിച്ചു വരുന്ന രോഗികള് ROI വളരെ ഒരു, അതായത് നിക്ഷേപത്തിൽ വരുത്തുക എന്നുള്ളതാണ് കേട്ടോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആണെന്ന്, ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്, അല്ലെ? ഫ്രീ ചികിത്സ ഒന്നായിരിക്കില്ലല്ലോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒഴികെ ബാക്കി പ്രൈവറ്റിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഫീസ് കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട്. സോ തിരിച്ചു വരുന്ന പേഷ്യൻസ് നമുക്കൊരു ഗ്രേറ്റർ ROI ആണെന്ന്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു നിക്ഷേപത്തില് നല്ലൊരു മാറ്റം നമുക്ക് വരുത്തുന്നു. ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആവാൻ സാധിക്കുന്നു. ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കാം. ദേ വിൽ കീപ് കമ്മിങ് ബാക്ക് ടു ഹോസ്പിറ്റൽ ആണ് കേട്ടോ. OPT എന്നാണോ കിടക്കുന്നത്? അതൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. അതൊന്ന് ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയാം. ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും കേട്ടോ. They will keep coming back to hospital. ബാക്കിനും ബ്ലാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലാക്ക് ആക്കാം കേട്ടോ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്ക്. നിങ്ങളുടെ പ്രിന്റിൽ അങ്ങനെ തന്നെയാണോ? ബ്ലാക്ക് എന്നാണോ കിടക്കുന്നത്? BLACK എന്നാണോ? ആണോ? അതൊന്ന് തിരുത്തി കൊടുക്കാം. ബാക്ക് ടു എന്നാക്കാം. ബാക്ക് ടു ഹോസ്പിറ്റൽ ആയിരിക്കും കേട്ടോ. ഒറ്റ നല്ല കിടക്കുന്നത് ഹോസ്പിറ്റൽ എന്നാക്കാം. They will keep coming back to hospital for service and even suggest to the hospital to their friends and family. അല്ലെ? നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, നല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്, ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും എല്ലാ ഫെസിലിറ്റീസും ഒക്കെയാണെങ്കിൽ then even suggest to the hospital to their friends and family. നമ്മളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലും അല്ലെങ്കിൽ ആ ഡോക്ടറെയും നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ചെയ്യാറുണ്ടോ നിങ്ങൾ അങ്ങനെ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാലല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. ഒരു മോശം അനുഭവമാണെങ്കിൽ നീ അവിടെ പോയിക്കോളൂ, നല്ല അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണെന്ന് നമ്മൾ പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. Apart from providing quality care,
employ some of the best patient procurement strategies to make the patient feel worth. കൃത്യമായിട്ടുള്ള, അതായത് രോഗിക്ക് മൂല്യമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെ, പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർത്തായിട്ടുള്ള മൂല്യമുള്ളതായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഒരു സംരംഭണ തന്ത്രങ്ങൾ അവർക്ക് അവലംബിക്കാവുന്നത്. അതായത് പേഷ്യൻസിന് നല്ല രീതിയിൽ അവർക്കൊരു നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണുന്നു, നമുക്ക് ഡോക്ടറെ കാണുന്നതിന് മറ്റും ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അത് വളരെ യൂസ്ഫുൾ ആണ്, ആ ഒരു വിലയ്ക്ക് അത് നല്ലൊരു യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എംപ്ലോയ് ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ ഒരു സംഭരണം എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആ. സംഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് നല്ലൊരു സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് ഫീൽ വർത്ത് ആയിരിക്കുന്നു, ഒരു മൂല്യമുള്ളതായിരിക്കുന്നു പേഷ്യൻസിന്റെ ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് അവർക്ക് നല്ല രീതിയിലുള്ള കെയറും അതുപോലെ തന്നെ ക്വാളിറ്റി കെയറും അതുപോലെ നല്ലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വർത്ത് ആയിരിക്കും, എപ്പോഴും അതൊരു മൂല്യവത്ത് ആയിരിക്കും. Then implementing patient retention strategies to improve patient experience. ബോക്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ബോക്സുകളും പഠിക്കണം കേട്ടോ നിങ്ങൾ, ഒത്തിരി ബോക്സുകൾ വരുന്നുണ്ട്. ദെൻ ബോക്സിൽ പറയുന്നത് നോക്കാം. ഇത് ഓരോന്നും അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. സൈഡിലൊന്ന് എഴുതിയിടാട്ടോ, മാച്ച് ദ ഫോളോയിങ് വല്ല ചെറുതാക്കി ഒന്ന് എഴുതിട്ടേക്കും. കാരണം ആ ഒരു മെത്തേഡിലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് മെത്തേഡിലൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നോക്കാം. Implementing patient retention strategies to improve patient experience. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. ഫസ്റ്റ് വൺ, റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യന്റ്, വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. നിലവിലുള്ള രോഗികളെ പുനഃസ്ഥാപിക്കുക. ദെൻ വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യന്റ്, നഷ്ടപ്പെട്ട രോഗികളെ നമുക്ക് തിരികെ കൊണ്ടുവരാം. തിരികെ കൊണ്ടുവരാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നല്ല ഫെസിലിറ്റീസുകളും, ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ പോയ പേഷ്യൻസ് ആയിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ അഭാവം മൂലോ അങ്ങനെയൊക്കെ പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെയൊക്കെ വെക്കാം. അതുപോലെ തന്നെ പുതിയ ഫെസിലിറ്റീസുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻസിനെ തിരിച്ചു കൊണ്ടുവരാം. ഇതാണ് ഫസ്റ്റ് വൺ പറയുന്നത്, റിട്ടയർ എക്സിസ്റ്റിംഗ് പേഷ്യന്റ്, വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യന്റ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസ്. പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ കണ്ടക്ട് ചെയ്യാണ്. ആസ്ക് ദ പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാം പേഷ്യൻസിനോട്. ദെൻ ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ഒരു സാമൂഹികമായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു സാമൂഹിക കൂട്ടായ്മ ഉണ്ടാക്കാൻ പേഷ്യൻസുമായിട്ട്. ദെൻ ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ. അതായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുക. ദെൻ റിവാർഡ് പേഷ്യന്റ് ലോയലിറ്റി അല്ലെ, പേഷ്യൻസിന്റെ അവരുടെ ഒരു എന്താ പറയാ വിശ്വസ്തതയ്ക്ക് ഒരു പ്രതിഫലം കൊടുക്കുക, റിവാർഡ് കൊടുക്കുക. ദെൻ പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. അതിനൊരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രൂഫ്, സോഷ്യൽ പ്രൂഫ് നൽകുക. ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യന്റ്. പേഷ്യൻസിനെ മനസ്സിലാക്കുക, അവരുടെ ശബ്ദം കേൾക്കുക. ദെൻ റിസോൾവ് ഇഷ്യൂ ഓഫ് പേഷ്യൻസ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക? അതിനുള്ളൊരു റിസോൾവ്, പ്രോബ്ലത്തിനുള്ളൊരു റിസോൾവ് പേഷ്യൻസിന് കൊടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം, കാരണം വേറൊരു വിധത്തിൽ പഠിക്കാൻ പറ്റില്ല. ഇത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത്തരത്തിലായിരിക്കും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അത് അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബോക്സ്. മാച്ച് ദ ഫോളോയിങ് എന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ സൈഡില്. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Then what can hospital do to upgrade patient retention? പേഷ്യന്റിന്റെ റിട്ടൻഷൻ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, generate comfortable and inviting atmosphere in the hospital. ഹോസ്പിറ്റലിൽ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ജനറേറ്റ് ചെയ്യുക. Then intimate the patient in advice about the treatment procedure. ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസ്, പേഷ്യൻസിന് ഉപദേശങ്ങൾ കൊടുക്കുക. എക്സൽ പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കുള്ള ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കുക. Then conduct follow up surveys after the visits. ഓരോ വിസിറ്റിന് ശേഷവും
കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് സർവേകൾ, അതായത് പേഷ്യന്റ് സർവേകൾ ചെയ്യുക. അതിലൂടെ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യന്റ്, പേഷ്യന്റിനെ, രോഗികളെ ഉപദേശിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അവരെ ഇൻഫോം ചെയ്യുക. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ, അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെ. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് നൽകുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് റിട്ടൻഷൻസിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ 5 റീസൺസ് ആണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് വൺ കേട്ടോ, ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ വായിച്ചു നോക്കാം. അതില് ബോക്സ് പ്രാധാന്യമുണ്ട്, പഠിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ 5 റീസൺസ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതില് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് രീതിയിൽ ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അല്ലെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ അതനുസരിച്ചിട്ട് ഒന്ന് പഠിച്ചു പോയാൽ മതി. വായിച്ചു നോക്കിക്കോളൂ. ഈ 5 റീസൺസിലും സെയിം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓരോ റീസൺസും അതിന്റെ സ്ട്രാറ്റജീസ്, ദെൻ അവരെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് 5 റീസൺസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ അത് നല്ലപോലെ നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കണം. 1-2 വട്ടം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. മെഡിക്കൽ ടേം ഒന്നും അങ്ങനെ വരുന്നില്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എല്ലാ ബോക്സുകളും പ്രത്യേകം പഠിക്കണം കേട്ടോ. ബോക്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ബോക്സുകൾ കൃത്യമായിട്ട് പഠിക്കാം. കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു എല്ലാവരും? അപ്പൊ നമ്മള് 5 റീസൺസും അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾക്ക് അറിയാം, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സർവേ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത സെക്ഷനിൽ വരുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. 5 റീസൺസിന്റെ സെക്ഷൻ കഴിഞ്ഞു. ദെൻ അപ്പോ അത് എടുത്തത്രയും നന്നായിട്ട് വായിക്കാം. എടുത്തത് ഓക്കെ ആണോ, ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ അത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ് അല്ലെ. എങ്കിലും നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെ നിങ്ങളുടെ അനുഭവങ്ങളോട് നമ്മൾ അതിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അതിൽ കൂടുതൽ വലിയ എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല അത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വായിച്ചപ്പോ ചിലപ്പോൾ ഇച്ചിരി ബോറിങ്ങും കാര്യങ്ങളൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ.
നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒരു റിവിഷൻ പോലെയൊക്കെ ചെയ്യാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? എല്ലാവരും ഉറക്കത്തിലാണോ? എടുത്ത അത്രയും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? വായിക്കാം കേട്ടോ, നന്നായിട്ട് വായിക്കാം. 1-2 പ്രാവശ്യം വായിച്ചത് മനസ്സിലാക്കി തന്നെ എടുക്കണം. ടേബിളുകൾ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ.